നമസ്കാരം. കേരളത്തിലെ റോഡുകൾ അപകട മുനമ്പുകളാണ്. എപ്പോൾ അപകടം സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കേരളത്തിൽ വാഹനാപകടങ്ങളിൽ ദിവസം 11 ജീവനുകൾ വരെ നഷ്ടമാകുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ നല്ലൊരു ശതമാനവും യുവാക്കളാണ്. ദിവസം ശരാശരി ഉണ്ടാകുന്ന റോഡപകടങ്ങളുടെ എണ്ണം 135 റോഡുകളിൽ ജീവൻ കയ്യിൽ പിടിച്ച് സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. റോഡുകളുടെ സ്ഥിതി ഇതാണെങ്കിൽ നടപ്പാതകൾ ഇതിലും വലിയ അപകടക്കെണിയായി മാറുകയാണ്. നിയന്ത്രണം തെറ്റി വരുന്ന കാറുകൾ നേരെ ഇടിച്ചു കയറുന്നത് നടപ്പാതയിലേക്കാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അപകടങ്ങളിൽ എത്രയോ ജീവനുകളാണ് പൊലിയുന്നത്. നടക്കാൻ പോകുന്നവരും നഗരക്കാഴ്ച കാണാൻ ഇറങ്ങുന്നവരുമെല്ലാം അപകടങ്ങൾക്കിരയാകുന്നു. നിയന്ത്രണം തെറ്റിയ കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറി തിരുവനന്തപുരം ജനയുഗത്തിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് ഗുരുതര പരുക്കേറ്റിരുന്നു. ഇന്നലെയും സമാന അപകടം തിരുവനന്തപുരത്ത് കവടിയാറിൽ നടന്നപ്പോൾ പൊലിഞ്ഞത് നവവധുവിൻ്റെ ജീവനാണ്. പാലക്കാട് കൊടുവായൂർ പിട്ടുപീടുകയിൽ നൌഷിജയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ആഷിഖ് സാനു, നൌഷിജയുടെ ബന്ധു അഷ്മ എന്നിവർ ഉൾപ്പെടെ 6 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇവർക്കെല്ലാം ഗുരുതര പരുക്കുകളാണ് ഏറ്റത്. മാർച്ച് 28-നാണ് നൌഷിജയുടെ വിവാഹം കഴിഞ്ഞത്. മധുവിധു യാത്രയുടെ ഭാഗമായാണ് ഇവർ തിരുവനന്തപുരത്തെത്തിയത്. കുറവൻകോണം ഭാഗത്തു നിന്ന് കവടിയാറിലേക്ക് എത്തിയ കാർ നൌഷിജയെയും സംഘത്തെയും ഇടിച്ച് തെറിപ്പിച്ച ശേഷം റോഡിലേക്കിറങ്ങി സ്കൂട്ടറുകളിലും 2 കാറുകളിലും കൂടി ഇടിച്ചാണ് നിന്നത്. കാർ ഓടിച്ചയാളും ആശുപത്രിയിലാണ്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഉൾപ്പെടെ കേസ് വരും. ഇതിനു മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുൻപിലുണ്ടായ കാർ അപകടവും തിരുവനന്തപുരത്തെ ഞെട്ടിച്ചിരുന്നു. ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയവരും ഈ അപകടത്തിൻ്റെ ഇരകളായി മാറി. ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അന്നും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തത്. 2 വർഷം മുൻപായിരുന്നു ഈ അപകടം. സമാനമായ അപകടം തന്നെയാണ് ഇന്നലെ കവടിയാറിലും നടന്നത്. നിയന്ത്രണം തെറ്റിയ കാറാണ് ഇടിച്ചു കയറി യുവതിയുടെ ജീവൻ കവർന്നത്. ഇപ്പോൾ ആ പരിക്ക് പറ്റിയ 5 പേരും ചികിത്സയിൽ തുടരുകയുമാണ്. ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പരിശോധനകൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശനമാക്കേണ്ടതുണ്ട്. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ചുള്ള യാത്രകൾ തടയുക തന്നെ ചെയ്യണം. ഇതിനായി ശാസ്ത്രീയമായ പരിശോധനകളും നടത്തണം. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവരും വേണ്ടത്ര ഡ്രൈവിംഗ് പരിശീലനമില്ലാത്തവരുമെല്ലാം വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്നുണ്ട്. യാത്രക്കിടയിൽ തുടർച്ചയായി മൊബൈൽ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ട്. ഇതെല്ലാം തടയപ്പെടേണ്ടതുണ്ട്. വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, കാൽനട യാത്രക്കാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുന്നത് പോലുള്ള അപകടങ്ങൾ വലിയ അപകടങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടികൾ ശക്തമാക്കേണ്ട ആവശ്യകത കൂടിയാണ് ഇത്തരം അപകടങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്.